അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അഴിമതി വിരുദ്ധ മുന്നണി സ്ഥാനാർത്ഥിയായ കെ ദാസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിജയം സുനിശ്ചിതമെന്ന് സ്ഥാനാർത്ഥിയും പി.സി. ജോർജ് എം.എൽ.എയും പ്രതികരിച്ചു. അനുയായികൾക്കൊപ്പമെത്തിയാണ് അഴിമതി വിരുദ്ധ മുന്നണി സ്ഥാനാർത്ഥിയായ കെ ദാസ് വരണാധികാരി കൂടിയായ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ജോൺസൺ പ്രേംകുമാർ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പി.സി. ജോർജ് എം.എൽ.എയും വി.എസ്.ഡി.പി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖറും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. പി.സി. ജോർജിന്റെ അഴിമതി വിരുദ്ധ മുന്നണി സ്ഥാനാർത്ഥിയായാണ് കെ ദാസ് അരുവിക്കരയിൽ മത്സരിക്കുന്നത്. ജനങ്ങളുടെ അംഗീകാരം നേടിയാണ് നോമിനേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പൂർണ്ണ വിശ്വാസമാണ്. മറ്റ് ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഞങ്ങൾ ജനഹിതത്തിലൂടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ മണ്ഡലത്തിൽ ഉള്ള എല്ലാവരുടെയും അനുമതിയും അംഗീകാരവും ആശീർവാദവും നേടിക്കൊണ്ടാണ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അഴിമതിയെ ആഗ്രഹിക്കാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സമുദായങ്ങളിലും ഉൾപ്പെട്ട എല്ലാ വോട്ടേഴ്സും എനിക്ക് വോട്ട് ചെയ്യും. വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ജനഹിത പരിശോധനയിലൂടെയാണ് കെ ദാസിനെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത്. വിജയം സുനിശ്ചിതമെന്നാണ് പി.സി. ജോർജിന്റെ കമന്റ്. 100% വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് ഞങ്ങൾ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പ്രത്യേകിച്ച് ആ ബോണോമി എസ്റ്റേറ്റ് പോയി മാത്രം കണ്ടാൽ മതി. ബോണക്കാട് എസ്റ്റേറ്റിൽ മനുഷ്യനുണ്ട്, മനുഷ്യജീവികളുണ്ടെന്ന് പറയാം. എല്ലും തോലുവാണ്. വീടുകൾ മുഴുവൻ വീഴാറായി കിടക്കുക. തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആരും ഇതുവരെ ഇല്ല. അത് ഞങ്ങൾ ഏക്കുകയാണ്. ഇതുപോലെ കേരളത്തിൽ അവഗണിക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലം അരുവിക്കര പോലെ കേരളത്തിലില്ല. ചാല ഗവൺമെന്റ് സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന ദാസ് ആദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിനമായ ജൂൺ 10 പത്രിക സമർപ്പിക്കാനാണ് UDF BJP സ്ഥാനാർത്ഥികളുടെ തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രചരണം അരുവിക്കര മണ്ഡലത്തിൽ കൊഴുക്കുകയാണിപ്പോൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.